ഹായ്, CMA ഇന്ത്യ എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പാരന്റോ ആണ് നിങ്ങളെങ്കിൽ, ഒപ്പം തന്നെ CMA ഇന്ത്യയെ കുറിച്ച് വിശദമായി അറിയണം, ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. CMA ഇന്ത്യ എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട A to Z കാര്യങ്ങളും വിശദമായി ഒന്നുപോലും വിടാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഈ വീഡിയോ. ആരാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ICMA എന്ന് നമ്മൾ പറയും. പിന്നീട് എന്തിന് CMA നിങ്ങൾ പഠിക്കണം, അതായത് ഇതിന്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ്, സാലറി എങ്ങനെയാണ്, വിദേശത്തുള്ള സ്കോപ്പ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു CMA ആകാം, ഹൗ ടു ബിക്കം എ CMA, അതിനുള്ള 2 വഴികൾ എന്തൊക്കെയാണ്, ഈ കോഴ്സിന്റെ 3 ലെവലുകൾ എന്തൊക്കെയാണ്, പിന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. കഴിഞ്ഞില്ല, CMAയുടെ എക്സാംസ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, ഈ കോഴ്സ് തീർക്കാൻ കുറഞ്ഞത് എത്ര സമയമെടുക്കും, പിന്നെ ഇതിന്റെ പരീക്ഷാ രീതി സ്ട്രക്ചർ എങ്ങനെയാണ്, പാസ് മാർക്ക് എത്രയാണ്, അഥവാ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഇങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കാൻ പോവാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. വീഡിയോ ലോങ് ആവുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതുകൊണ്ടാണ്. എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക, കാരണം ഇത് നിങ്ങളുടെ കരിയറിന്റെയും ഫ്യൂച്ചറിന്റെയും കാര്യമാണ്. അപ്പോൾ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, CMA പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നമ്പർ 1 CMA അധ്യാപകരാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ റാങ്കുകളടക്കമുള്ള ടോപ്പ് റിസൾട്ടാണ് CMA ഇന്ത്യക്ക് ട്രിപ്പിൾ ഐ ഓരോ വർഷവും ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ട്രിപ്പിൾ ഐക്ക് കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം എന്നിവിടങ്ങളിൽ ഓഫ്ലൈൻ ക്യാമ്പസുകളുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പഠിക്കേണ്ടവർക്ക് ഓൺലൈൻ കോഴ്സസും അവൈലബിൾ ആണ്. ഇനി CMA ഇന്ത്യ, ACCA, CS, CMA USA തുടങ്ങിയ കോഴ്സുകൾ സ്കോളർഷിപ്പോടെ പഠിക്കണമെങ്കിൽ ട്രിപ്പിൾ ഐയുടെ CCAT സ്കോളർഷിപ്പുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ഫുൾ ആകുന്നതിന് മുൻപ് വേഗം തന്നെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുതെന്ന് പ്രത്യേകം പറയുകയാണ്. ഓൾസോ ഈ കോഴ്സുകളെ കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ട്രിപ്പിൾ ഐയുടെ കരിയർ കൗൺസിലേഴ്സിനോട് നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. ഈ ഫ്രീ 1-to-1 കരിയർ കൗൺസിലിംഗിന് ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് CMA അല്ലെങ്കിൽ ആരാണ് CMA എന്ന് പറഞ്ഞുകൊണ്ടാണ്. CMAയുടെ ഫുൾ ഫോം കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ്. ഇതിന്റെ പഴയ പേര് CWA, കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടിംഗ് എന്നായിരുന്നു. ഒരു CMAയുടെ പ്രധാന ഫോക്കസ് ഒരു കമ്പനിയുടെ കോസ്റ്റിംഗ്, മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജി എന്നിവയിലാണ്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവാകുന്നു, കോസ്റ്റിംഗ്. ആ ചിലവ് എങ്ങനെ കുറക്കാം, കോസ്റ്റ് കൺട്രോൾ. കമ്പനിയുടെ ഫണ്ട് എങ്ങനെ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കാം, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്. കമ്പനിക്ക് വേണ്ടി ശരിയായ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെന്റിനെ സഹായിക്കുക, അതായത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് സ്ട്രാറ്റജി. ഈ മേഖലകളിലെ എക്സ്പേർട്സ് ആണ് CMAക്കാർ. ഇനി ആരാണ് ഈ കോഴ്സ് റെഗുലേറ്റ് ചെയ്യുന്നത്, അതായത് ഗവേണിംഗ് ബോഡി ഏതാണ്? ICMAI ആണ് അത്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1959 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം വഴി സ്ഥാപിതമായിട്ടൊരു സ്ഥാപനമാണിത്. ഓക്കെ, CMA എന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾ ഇതിന് മുൻപ് ആരുടെയും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതങ്ങനെ ഈസി ആയിട്ട് പാസ്സാൻ പറ്റുന്ന കോഴ്സ് ഒന്നല്ല, കുറച്ച് പണിയുണ്ട്. എന്നാൽ CAയുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ഈസി ആണെന്നൊക്കെ. നമ്മൾ ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്കാണ് പോകുന്നത്. ഒരു CMAയുടെ ജോലി സാധ്യത വളരെ വലുതാണ്, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ. CMA ക്വാളിഫൈഡ് ആയാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ജോബ് റോൾസ് അപ്പ് ഇതൊക്കെയാണ്: ഫിനാൻഷ്യൽ അനലിസ്റ്റ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ കൺട്രോളർ, കോസ്റ്റ് ഓഡിറ്റർ, CFO എക്സെട്ര. CMAക്കാരുടെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രം വാലിഡ് ആവുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യൊപ്പിന്റെ വാല്യൂ വേറെ ലെവലാണ്, അൾട്ടിമേറ്റ് പവർഫുൾ ആണ്. ഇനി സാലറി ആൻഡ് കോമ്പൻസേഷനിലേക്ക് വരാം. എല്ലാവർക്കും അറിയാൻ താല്പര്യം ഒരു കാര്യം അതായിരിക്കും അല്ലെ, ശമ്പളം എത്ര കിട്ടും എന്നുള്ളത്. അപ്പം ഒരു CMAയുടെ സാലറി വളരെ അട്രാക്റ്റീവ് ആണ്. ഒരു CMA ഫ്രഷർ ആയിട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് 6 lakh മുതൽ 10 lakh വരെ പെർ ആനം പാക്കേജ് പ്രതീക്ഷിക്കാം. പല ക്യാമ്പസ് പ്ലേസ്മെന്റുകളിലും ഇതിലും ഉയർന്ന പാക്കേജുകൾ ലൈക്ക് 15 lakh to 22 lakh വരെ ഫ്രഷേഴ്സിന് ലഭിക്കാറുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് കൂടുന്തോറും ഒരു 5 to 10 years ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ സാലറി 15 lakh to 30 lakh എന്ന റേഞ്ചിലേക്ക് എത്തും. അങ്ങനെ പിന്നീട് ഒരു സീനിയർ ലെവലിലേക്ക് നിങ്ങൾ എത്തുമെന്ന് വിചാരിക്കുക. ഒരു CFO അല്ലെങ്കിൽ ഡയറക്ടറൊക്കെ ആകുമ്പോൾ അത് 30 lakhs to 50 lakh അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളൊരു സംശയവും വേണ്ട. ഇതൊന്നും എക്സാജറേറ്റഡ് ഫിഗറേ അല്ല. ഇപ്പോൾ കറന്റ് നമ്മുടെ CMA ക്വാളിഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന സാലറിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മിക്കവാറും നിങ്ങൾക്ക് ഓൾറെഡി മൈൻഡിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, അതായത് CMA ഇന്ത്യ പേര് കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യൻ കോഴ്സ് ആണ്. അപ്പൊ ഇന്ത്യയിൽ മാത്രം ജോലി കിട്ടുന്ന ഒരു കോഴ്സ് ആയിരിക്കും, അതോ വിദേശത്ത് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്? അതിനുള്ള ആൻസർ ഇതാ പിടിച്ചോ. ICMAയുടെ CMA ക്വാളിഫിക്കേഷനിൽ ലോകം മുഴുവൻ വലിയ റെക്കഗ്നിഷൻ ആണ്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് അഥവാ ഗൾഫ് രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ ദുബായ്, അബുദാബി, ഒമാൻ, ഖത്തർ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഇന്ത്യൻ CMAസിന് ഹ്യൂജ് ഡിമാൻഡ് ആണ്. അതുപോലെ തന്നെ USA, കാനഡ, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും
CMA-ക്കാർക്ക് മികച്ച അവസരങ്ങളുണ്ട്. നമ്മുടെ ICMA-ക്ക് വിദേശത്തുള്ള പല പ്രൊഫഷണൽ ബോഡികളുമായി ടൈപ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് അവിടുത്തെ ക്വാളിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ നേടുന്നത് എളുപ്പമാക്കും. അതായത് അവിടുത്തെ 1-2 എക്സാംസ് മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ CMA ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ശരി അങ്ങനെയാണെങ്കിൽ CMA ആകണം എന്ന് തോന്നുകയാണെങ്കിൽ എങ്ങനെ CMA ആകണം, അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 2 റൂട്ടുകളിലൂടെ നിങ്ങൾക്ക് CMA-ലേക്ക് എൻ്റർ ചെയ്യാം. ഒന്നാമത്തേത് ഫൗണ്ടേഷൻ റൂട്ടാണ്. ഇത് +2 കഴിഞ്ഞ് വരുന്നവർക്കുള്ളതാണ്. രണ്ടാമത്തേത് ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്കുള്ള ഡയറക്റ്റ് എൻട്രി റൂട്ടാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ വഴിയെ പറയാം. അപ്പൊ ആദ്യം നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഏത് സ്ട്രീം എടുത്താലാണ് ഈ 2 റൂട്ടുകളിലൂടെയും CMA-ലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫൗണ്ടേഷൻ റൂട്ടിലൂടെ നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, അതായത് +2 കഴിഞ്ഞ് നിങ്ങൾ CMA-ലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ +2 അല്ലെങ്കിൽ തത്തുല്യമായ ഒരു എക്സാം പാസ്സായിരിക്കണം. ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊമേഴ്സുകാർക്ക് മാത്രമുള്ള ഒരു കോഴ്സ് ഒന്നുമല്ല. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഏത് സ്ട്രീം എടുത്താലും നിങ്ങൾക്ക് CMA ഫൗണ്ടേഷനിലേക്ക് വരാം. ഇനി ഡയറക്റ്റ് എൻട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഡിഗ്രി കഴിഞ്ഞ് വരുന്ന റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ പാസ്സായാൽ മാത്രം മതി. അത് BCom ആണെന്ന് നിർബന്ധമില്ല. BSc ആവാം, BA ആവാം, ഏത് സ്ട്രീം ആണെങ്കിലും ആവാം. ഡിഗ്രി പാസ്സായാൽ മാത്രം മതി. നിശ്ചിത ശതമാനം മാർക്ക് വേണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഫൈൻ ആർട്സ് കോഴ്സുകളാണ് നിങ്ങൾ എടുത്തതെങ്കിൽ CMA-ലേക്ക് ഡയറക്റ്റ് എൻട്രി വഴി വരാൻ സാധിക്കില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ ഫൗണ്ടേഷൻ റൂട്ടും ഡയറക്റ്റ് എൻട്രി റൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയണമെങ്കിൽ എത്ര ലെവലുകളാണ് CMA കോഴ്സിനുള്ളത് ഞാൻ പറയണം. അതിലേക്ക് വരാം. CMA കോഴ്സിന് ആകെ 3 ലെവലുകളാണ് ഉള്ളത്. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, പിന്നെ ഫൈനൽ. ഇതിൽ +2 കഴിഞ്ഞ് ഫൗണ്ടേഷൻ റൂട്ടിൽ വരുന്ന ഒരു കുട്ടി ഈ 3 ലെവലും പാസ് ആവണം. അതായത് ഫൗണ്ടേഷനിൽ തുടങ്ങി ഇന്റർ പിന്നെ ഫൈനൽ. എന്നാൽ ഡയറക്റ്റ് എൻട്രി റൂട്ടിലൂടെ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ആദ്യത്തെ ലെവൽ, അതായത് ഫൗണ്ടേഷൻ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാം. അവർക്ക് നേരെ 2ാമത്തെ ലെവലായ ഇന്റർമീഡിയറ്റിലേക്ക് എൻട്രി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഓരോ ലെവലുകളും അതോടൊപ്പം നിർബന്ധമായി ചെയ്തിരിക്കേണ്ട പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ലെവൽ 1 CMA ഫൗണ്ടേഷൻ. ഇതാണ് CMA-യുടെ ബേസ് ലെവൽ അഥവാ എൻട്രി പോയിന്റ്. ഇത് +2 കഴിഞ്ഞ് വരുന്നവർക്ക് മാത്രമാണ് ബാധകം. നേരത്തെ പറഞ്ഞു. CMA ഫൗണ്ടേഷനിൽ 4 പേപ്പേഴ്സ് അല്ലെങ്കിൽ എക്സാംസ് ആണ് നിങ്ങൾക്കുള്ളത്. ബട്ട് CMA CAT എന്നൊരു റൂട്ട് കൂടെ +2 കഴിഞ്ഞവർക്കുണ്ട്. CMA ഫൗണ്ടേഷന്റെ പകരം ഈ CMA CAT ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെ വെറും 2 എക്സാംസ് മാത്രമാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. ഇതൊരു ഈസി റൂട്ട് ടു ഇന്റർമീഡിയറ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഫൗണ്ടേഷൻ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ CMA-യുടെ നെക്സ്റ്റ് ലെവലായിട്ടുള്ള ഇന്ററിലേക്ക് കടക്കും. ഇതാണ് CMA-യുടെ 2ാമത്തെ ലെവൽ. ഫൗണ്ടേഷൻ കഴിഞ്ഞ് വരുന്നവരും ഡയറക്റ്റ് എൻട്രി വഴി വരുന്ന ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇവിടെയാണ് ഒന്നിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇന്റർമീഡിയറ്റിൽ നിങ്ങൾക്ക് ആകെ 8 പേപ്പറാണ് ഉള്ളത്. ഇത് 4 പേപ്പർ വീതമുള്ള 2 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. ഗ്രൂപ്പ് 1-ൽ 4 പേപ്പർ, ഗ്രൂപ്പ് 2-ൽ 4 പേപ്പർ. ഇതിനുശേഷം നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഫൈനൽ ലെവലിലേക്ക് കടക്കണമെങ്കിൽ ഈ CMA ഇന്റർമീഡിയറ്റിന്റെ 2 ഗ്രൂപ്പുകളും പാസ്സായിരിക്കണം. അപ്പോൾ ഈ ഇന്ററിന്റെയും ഫൈനലിന്റെയും ഇടയിലുള്ള ഒരു സംഭവമാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. 15 months ആണ് ഇതിന്റെ ഡ്യൂറേഷൻ. ഇവിടെ നിങ്ങൾ ശരിക്കും ഒരു CMA ക്വാളിഫൈ ആയ ആളുടെ കീഴിൽ നിന്നുകൊണ്ട് ആ ജോലി ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് CMA-യുടെ ലാസ്റ്റ് ഹേർഡിലായിട്ടുള്ള CMA ഫൈനലിലേക്ക് വരാം. ഇവിടെയും 8 പേപ്പേഴ്സ് ആണുള്ളത്. 2 ഗ്രൂപ്പുകളാണുള്ളത്. ഗ്രൂപ്പ് 1-ൽ 4 പേപ്പർ, ഗ്രൂപ്പ് 2-ൽ 4 പേപ്പർ. ഡീറ്റെയിൽഡ് സിലബസ്, സബ്ജക്ട്സ്, പേപ്പേഴ്സ് ഇതെല്ലാം ഞാൻ വിശദമായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ CMA ഫൈനലിന്റെ 2 ഗ്രൂപ്പും നിങ്ങൾ പാസ്സായി 15 month പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ICMA-യിൽ മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യാം. ആൻഡ് ഒഫീഷ്യലി നിങ്ങളൊരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയി മാറും. അപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന ഡൗട്ട് എന്തായിരിക്കും? ഇതെല്ലാം കൂടെ പഠിച്ചു തീർക്കാൻ എത്ര സമയം എടുക്കുന്നുള്ളതാണ്. അപ്പൊ ഡ്യൂറേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാ എക്സാംസും പാസ് ആവുന്ന കേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫൗണ്ടേഷൻ റൂട്ടിലൂടെയാണ് നിങ്ങൾ വരുന്നത് വിചാരിക്കുക. അത് +2 കഴിഞ്ഞ് നിങ്ങൾ വരികയാണെങ്കിൽ ഏകദേശം 3 മുതൽ 3.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് CMA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഡയറക്റ്റ് എൻട്രി വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, അത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ എക്സാം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. ഏകദേശം 2.5 മുതൽ 3 വർഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. നിങ്ങൾ ഇത്രയും കേട്ടപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടുമ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ഈ പരീക്ഷയുടെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് വിശദമായിട്ട് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ ഇത് 3ഉം ഇപ്പോൾ ഓഫ്ലൈൻ സെന്റർ ബേസ്ഡ് എക്സാംസ് തന്നെയാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റിലേക്ക് വരികയാണെങ്കിൽ പരീക്ഷകൾ MCQ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. പിന്നെ പാസിംഗ് ക്രൈറ്റീരിയ വരികയാണെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിലെ ഓരോ ലെവലും പാസ് ആവാനും 2 കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. അത് പെർ പേപ്പർ മിനിമം എന്ന് പറയും, അതുപോലെ തന്നെ അഗ്രിഗേറ്റ് മിനിമം എന്ന് പറയും. ഈ 2 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ പെർ പേപ്പർ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേപ്പറും നിങ്ങൾക്ക് മിനിമം 40% മാർക്ക് കിട്ടിയാലേ ആ പേപ്പർ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അഗ്രിഗേറ്റ് മിനിമം എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് മൊത്തം എടുക്കുമ്പോൾ അതിലെ എല്ലാ പേപ്പറും കൂടി കൂട്ടുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് 50% മാർക്ക് അഗ്രിഗേറ്റ് കിട്ടിയിരിക്കണം. ഇതിൽ ഏത് ലെവൽ എടുത്താലും, ഫൗണ്ടേഷൻ ആവട്ടെ, ഇനി CAT റൂട്ട് ആവട്ടെ, അല്ലെങ്കിൽ ഇന്റർ ആയാലും ഫൈനൽ ആയാലും ഓരോ പേപ്പറിനും 100ലാണ് ടോട്ടൽ മാർക്ക്.
അപ്പോൾ പെർ പേപ്പർ മിനിമം 100-ൽ 40% വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 100-ൽ 40 മാർക്കെങ്കിലും വേണം എന്നുള്ളതാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയാൽ എന്ത് സംഭവിക്കും? ഒരു ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു പേപ്പറിന് മാത്രമാണ് നിങ്ങൾക്ക് മിനിമം റെക്കോർഡ് മാർക്ക് കിട്ടാതെ പോയതെങ്കിലും നിങ്ങൾ ആ പേപ്പർ മാത്രം വീണ്ടും എഴുതിയാൽ പോരാ, ആ ഗ്രൂപ്പിലെ എല്ലാ പേപ്പറുകളും വീണ്ടും എഴുതേണ്ടി വരും. പക്ഷേ ഇവിടെയും നിങ്ങൾക്ക് ചില പേപ്പറിന് 60 മാർക്കിൽ കൂടുതൽ കിട്ടിയ ചില എക്സംഷൻസ് ഒക്കെ ഉണ്ട്. അതിലേക്ക് ഇപ്പോൾ വിശദമായിട്ട് ഇപ്പോൾ പോകണ്ട, അത് കോംപ്ലിക്കേഷൻസ് ആവും, കൂടുതൽ കൺഫ്യൂഷൻസ് വരും. അത് അവിടെ ഇരിക്കട്ടെ, അടുത്ത വീഡിയോയിൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി മറ്റൊരു കേസ് പറയാം. നിങ്ങൾക്ക് ഓരോ പേപ്പറിനും അതിന്റെ 40% മാർക്ക് കിട്ടി, പക്ഷേ മൊത്തം കൂട്ടി നോക്കുമ്പോൾ ആ ഗ്രൂപ്പിന്റെ അഗ്രിഗേറ്റ് 50% എത്തുന്നില്ലെങ്കിലും നിങ്ങൾ ആ എൻറ്റയർ ഗ്രൂപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ ഒരു ക്വസ്റ്റൻ ഉണ്ടാവുക നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ എന്നുള്ളതായിരിക്കും. അപ്പോൾ CMA ഫൗണ്ടേഷൻ പരീക്ഷയിലേക്ക് വരുമ്പോൾ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇതൊരു വലിയ ആശ്വാസമാണ് അല്ലേ? CMA ഇന്റർ ആൻഡ് ഫൈനലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് MCQ ഭാഗത്തിലും നിലവിൽ എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഈ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി IIIയുടെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് ടീം ഉണ്ട്. അവർ പ്രിപ്പയർ ചെയ്യുന്ന വെൽ റിസർച്ച് സ്റ്റഡി മെറ്റീരിയൽസ്, റെഗുലർ മോക്ക് എക്സാംസ്, പീരിയോഡിക് റിവിഷൻസ്, മെന്റർഷിപ്പ് എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾ പഠിക്കാൻ റെഡി ആയാൽ മാത്രം മതി. സോ CMA ഇന്ത്യയെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് CMA ഇന്ത്യ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ള, ക്ഷമയുള്ള ഒരാളാണ് നിങ്ങൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അതിന്റെ ആൻസറുമായിട്ട് വരുന്നതാണ്. ഒപ്പം തന്നെ CA, CMA, CS, ACCA, CMA, USA പോലുള്ള കോഴ്സുകളെ കുറിച്ചുള്ള വീഡിയോസും ഈ ചാനലിൽ വരും. ഇനിയിപ്പോൾ കമ്പാരിസൺ വീഡിയോസ്, CAയും CMAയും ഏതാണ് നല്ലത്, ഏതാണ് എളുപ്പം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ, നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇത് ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്കോ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.